السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. സൂറത്ത് അബസയാണ് എന്ന് തുടങ്ങുന്നത്. 80-ാമത്തെ വചനം. 42 ആയത്തുകളുണ്ട്. ചെറിയ ചെറിയ ആയത്തുകളാണ്, അതുകൊണ്ടാണ് 42. ആകെ ഒരു പേജേ ഉള്ളൂ. പക്ഷെ ചെറിയ ആയത്തുകളായതുകൊണ്ടാണ് 42. ഈ സൂറത്ത് അവതരിക്കുന്നത് മക്കയിലാണ്. മക്കി എന്ന് പറയും. മക്കയിൽ അവതരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ മക്കയിൽ അവതരിക്കണമെന്നില്ല. നമുക്ക് പറഞ്ഞതാണ് മക്കയിൽ അവതരിക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് അവതരിച്ച സൂറത്തുകളൊക്കെ എന്താണ്? മക്കി എന്ന് പറയും. ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചത് അത് മക്കയിലാവട്ടെ മദീനയിലാവട്ടെ, ഹിജ്റ പോയതിനു ശേഷം അവതരിച്ച സൂറത്തുകളാണെങ്കിൽ അതിനൊക്കെ എന്ത് പറയും? മദനി എന്നും പറയും. പിന്നെ ഈ സൂറത്ത് അവതരിക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്, കാരണമുണ്ട്. സൂറത്തിന്റെ ആദ്യ ഭാഗം മുഴുവനല്ല, അതിന്റെ ആദ്യ ഭാഗത്തുള്ള ഏതാനും ആയത്തുകൾ. ആർക്കെങ്കിലും അറിയോ അതിനെ പറ്റിയിട്ട്? ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം? അതെ അതെ, ഒരു കണ്ണ് കാണാത്ത സഹാബി, അന്ധനായ ഒരു സഹാബിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. സൂറത്തല്ല, അതിന്റെ ആദ്യ ഭാഗം. ആ സഹാബിയുടെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉമ്മി മക്തൂം എന്ന് പറഞ്ഞതല്ല, ശരിക്കും പേരതല്ല, അതിന്റെ അവസാന ഭാഗമാണ്. ആദ്യ ഭാഗം അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം. ഉമ്മി മക്തൂം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂമിന്റെ മകൻ അബ്ദുള്ള. അപ്പൊ ശരിക്കുള്ള പേരെന്താണ്? അബ്ദുള്ള. ഇദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ കുറെ നീണ്ടതാണ്. നമ്മൾ സുഹൃത്ത് മനസ്സിലാക്കുമ്പോൾ അതിന് അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാങ്ക് കൊടുക്കുന്ന, അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം കൊടുത്തിരുന്ന പള്ളിയിൽ മുഅദ്ദിനായിട്ട് പ്രധാനമായ 2 ആളുകളുണ്ടായിരുന്നു. ഒന്നാരാന്ന് അറിയില്ല? ബിലാൽ റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും അറിയാം, ബിലാൽ റളിയല്ലാഹു അൻഹു. രണ്ടാമതൊരാളുണ്ടായിരുന്നത് ആരായിരുന്നു? ഈ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സഹാബിയായിരുന്നു. അതിൽ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ ബാങ്ക് കൊടുക്കും,
ബിലാൽ റളിയല്ലാഹു അൻഹു, ഇഖാമത്ത് കൊടുക്കുമാരെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം. തിരിച്ചുണ്ടാവാറില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം ബാങ്ക് കൊടുക്കും, ബിലാൽ റളിയല്ലാഹു അൻഹു. അതുപോലെ റമദാൻ സമയത്ത് 2 ബാങ്ക് കൊടുക്കാറുണ്ട്. സുബഹിക്ക് എന്ത് ചെയ്യും? 2 ബാങ്ക് കൊടുക്കും. ഒന്ന് സുബഹിന്റെ യഥാർത്ഥ സമയം ആകുന്നതിന്റെ കുറച്ച് മുമ്പാണ്. അത് ആ ബാങ്ക് കേട്ടാലും നിങ്ങൾ അത്താഴം കഴിക്കാമെന്ന് പറയും. കാരണം അത് സമയമായിട്ടില്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം ആണ് ആ ബാങ്ക് കൊടുക്കാറുള്ളത്. ബിലാലിന്റെ ബാങ്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ബാങ്കിലത്തെ ഒരു ആളാരായിരുന്നു? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പോകുമ്പോൾ, മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് പുറത്ത് വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി പോകുമ്പോൾ പള്ളിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനത്ത് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെയാണ്. അതുപോലെ തന്നെ വെറും നമസ്കാരത്തിന്റെ മാത്രം കാര്യങ്ങളല്ല, അവിടുത്തെ എല്ലാ ഭരണകാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നോ മദീനയിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആരംഭിക്കും ഒരു പ്രതിനിധിയായിട്ട് ഇദ്ദേഹത്തെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യമായി ഹിജ്റ പോയത് ആരാന്നറിയാം? അല്ലല്ല, മക്കയിൽ നിന്ന് ആദ്യമായിട്ട് മദീനയിലേക്ക് പോയത് നബിസ്വലാമിന്റെ കൂടെയാണല്ലോ. അത് പിന്നീടാണ്, കുറച്ചാളുകൾ പോയ ശേഷം. ആദ്യമായിട്ട് മദീനയിലേക്ക് പോയ ആളുടെ പേര് പറയാം. അതായത് അവിടെ പോയി അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് മദീനയിൽ കുറച്ചാൾ വിശ്വാസികളായിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു സഹാബിയെ ആദ്യം പറഞ്ഞയച്ചു. അതാണ് അറിയില്ല. മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് ആദ്യമായിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിനോട് ശേഷം പിന്നെ പോയത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമാണ്. ഈ പറയുന്ന സഹാബിയാണ്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം അവതരിച്ചു പറഞ്ഞല്ലോ. ഈ ആദ്യ ഭാഗം അവതരിച്ച ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുമായിരുന്നു. എന്ത് തിരക്കിലാണെങ്കിലും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ കണ്ടാൽ പിന്നെ നബി പ്രത്യേകമായ പരിഗണന കൊടുക്കും. എന്നല്ല, പ്രവാചകൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നത് ഇങ്ങനെയാണെന്നാണ്. എങ്ങനെ? മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി. മർഹബൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്വാഗതം, വെൽക്കം എന്നൊക്കെ പറയുന്നതിന് പകരം അറബിയിൽ പറഞ്ഞത് മർഹബൻ, അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കാണുമ്പോൾ പറയുന്നത് മർഹബൻ, സ്വാഗതം, ബിമൻ ആതബനി ഫീഹി റബ്ബി. ആരുടെ കാര്യത്തിലാണോ എൻ്റെ റബ്ബ് എന്നെ ആക്ഷേപിച്ചത് അയാൾക്ക് സ്വാഗതം. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇദ്ദേഹത്തോട് കാണിച്ച സമീപനത്തിലുണ്ടായ ഒരു പോരായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകനെ ആക്ഷേപിച്ചു. അപ്പൊ ആ ആക്ഷേപിച്ച ആള് എന്ന നിലയ്ക്ക് പ്രവാചകൻ എന്ത് ചെയ്യും? അദ്ദേഹത്തെ പ്രത്യേകമായി അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിലാണ് അള്ളാഹു എന്നെ കുറ്റപ്പെടുത്തിയത്, ആ നിങ്ങൾക്കെന്ത് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രവാചകൻ എപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെന്നർത്ഥം. ആ ആക്ഷേപം പ്രവാചകൻ ഓർത്തിരിക്കാൻ മാത്രം ഖുർആനിലെ ഒരു ആയത്തായി നിൽക്കുകയാണത്. സ്വകാര്യമായിട്ട് അള്ളാഹു വേണമെങ്കിൽ എന്ത് പറയാം? നിങ്ങളാ ചെയ്ത് ശരിയായില്ല മുഹമ്മദേ എന്ന് പ്രവാചകന് വഹി അറിയിക്കാം. അങ്ങനത്തെ വഹികളുണ്ട്. ഖുർആനിലില്ലാത്ത വിശ്വാസം കിട്ടിയ മുഴുവൻ വഹിയും ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി ജിബ്രീൽ മുഖേന ലഭിച്ച എല്ലാ സന്ദേശങ്ങളും ഖുർആനിലില്ല. ഖുർആനിൽ ഉൾപ്പെടുത്താത്ത, ഖുർആന്റെ ഭാഗമല്ലാത്ത പല വഹികളും നബിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ പ്രവാചകന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രഹസ്യമായിട്ട് ഒരു ഉപദേശം കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? അങ്ങനെ പോരാ. ഇത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും എന്ത് ചെയ്യണം? ഈ അള്ളാഹുവിന്റെ ഉപദേശം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ താക്കീത്, ആ ഉണർത്തൽ അവരൊക്കെ അറിയണം, അവരൊക്കെ അത് പാരായണം ചെയ്യണം എന്നുള്ള തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ പ്രവാചകൻ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, അദ്ദേഹം
കണ്ണു കാണാത്ത ആളാണല്ലോ. യുദ്ധത്തിൽ പങ്കെടുക്കണം, മറ്റുള്ളവരൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ കണ്ണു കാണാത്ത ഒരാൾക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയില്ലോ. അപ്പം അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഖുർആനിലെ ഒരു ആയത്തിറങ്ങി, ലാ യസ്തവിൽ ഖാഇദൂന, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളും പങ്കെടുക്കാതെ വീട്ടിലിരിക്കുന്ന ആളുകളും തമ്മിൽ ഒരിക്കലും സമമാകൂല എന്നല്ല. പങ്കെടുക്കുന്ന ആളുകളും പങ്കെടുക്കാതെ വീട്ടിലിരിക്കുന്ന ആളുകളും സമമല്ലല്ലോ. കാരണം യുദ്ധത്തിൽ പങ്കെടുക്കാതെ ത്യാഗമുള്ള കാര്യമാണല്ലോ. ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അവരും ഇവരും തുല്യമല്ല എന്ന ആയത്തിറങ്ങിയപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈ പിന്നെ രോഗികളായ അംഗവൈകല്യമുള്ള ആളുകൾ, അത് കണ്ണു കാണാത്ത ആളുകൾ, അതുപോലെ കയ്യിലോ കാലിലോ സുഖമില്ലാത്ത ആളുകൾ, ഇങ്ങനെ രോഗികളായ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളില്ലേ, അവർക്ക് അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അപ്പം അവർക്ക് വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് ഖുർആന്റെ ആയത്തിറങ്ങി. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് എന്താകുന്നില്ല, പങ്കെടുക്കണം, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിലൊന്നും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ടില്ല. പ്രവാചകൻ യുദ്ധത്തിന് പോകുമ്പോഴും മദീനയുടെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു പോവാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് ഹിജ്റയുടെ 15ാമത്തെ വർഷമാണ്. ഹിജ്റയുടെ 10ാമത്തെ വർഷമാണ് ഇവർ മരിക്കുന്നത്. ഹിജ്റ വന്നിട്ട് 10 വർഷം മദീനയിൽ ജീവിച്ചിട്ടുണ്ട്. പിന്നെയും 5 വർഷം കഴിഞ്ഞിട്ട് 10 വർഷം 15ാമത്തെ വർഷം, ഹിജ്റയുടെ 15ാമത്തെ വർഷം എന്നാൽ ഹിജ്റ വിശ്വാസം മരണപ്പെട്ട് വീണ്ടും 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഖാദിസിയ എന്ന് പറയുന്ന യുദ്ധമുണ്ടായി. ഖാദിസിയ എന്നാണ് യുദ്ധത്തിൻ്റെ പേര്. ആ യുദ്ധത്തിന് പോകുമ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെട്ടത്, എനിക്കും ഓരോ നിങ്ങളെ കൂടെ എനിക്ക് വരണം. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, കണ്ണു കാണാത്ത നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ കൂടെ വന്നിട്ട്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധമൊന്നും ചെയ്യുന്നില്ല, നിങ്ങളെ കൂടെ ആയുധങ്ങൾ എടുത്തിട്ട് യുദ്ധം ചെയ്യുന്നില്ല. പക്ഷെ യുദ്ധത്തിൽ പതാക വഹിക്കുക എന്നൊരു ജോലിയുണ്ട്. എല്ലാ യുദ്ധത്തിലും അന്നുണ്ട്, പതാക പിടിച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടാവും, ശത്രുക്കളുടെ ഭാഗത്തുണ്ടാവും. അത് അവരുടെ ഒരു അതിർത്തി എന്ന് നിലക്കും അവർക്കൊരു തിരിച്ചറിയാൻ അടയാളം നിലക്കും 2 ഭാഗത്തും പതാക പിടിച്ചെടുക്കുന്ന ഒരാളുണ്ടാവും. പതാക പിടിച്ചെടുക്കാൻ കണ്ണ് കാണുന്നില്ലല്ലോ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞാലോ, കണ്ണ് കാണാത്ത ഞാനൊരിക്കലും പിന്തിരിഞ്ഞോടില്ല. യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ പിന്തിരിഞ്ഞോടും. ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ഒരു കാല് മണ്ണ് കുഴിച്ചിട്ട് കാല് പിന്നെ എന്ത് ചെയ്തു, മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തി വെച്ചു. പെട്ടെന്ന് ഓടാനും കഴിയില്ല. എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാവുക, എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുക ചെയ്യുമ്പോൾ അപ്പോഴും പിന്തിരിഞ്ഞോടാൻ പെട്ടെന്ന് കഴിയില്ല, കാല് കുഴിച്ചിട്ടാണ്. അങ്ങനെ കാല് കുഴിച്ചിട്ടാണ് എന്നത് എന്നൊക്കെ ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നതാണ്, എനിക്ക് ഒരിക്കലും ഓടിപ്പോകാൻ കഴിയില്ല, അതുകൊണ്ട് വാഖീമൂനി ബൈന സഫൈൻ, 2 സൈന്യത്തിൻ്റെയും സഫുകൾക്കിടയിൽ എന്നെ നിർത്തണം. അങ്ങനെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി നിർത്തിയെന്നും അവസാനം അദ്ദേഹം ആ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ യുദ്ധം മുസ്ലിങ്ങൾ ജയിച്ചു. പക്ഷേ ഇദ്ദേഹം വേറെ സഹായിമാരൊക്കെ എന്ത് ചെയ്തു, ആ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വേറെ കാര്യം, സഹാബി എന്ന് പറഞ്ഞ ആർക്കാണ്? എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മളൊക്കെ ഇവിടെ അനുയായികളല്ലേ? ആ കാലഘട്ടത്തിൽ ജീവിച്ചു എന്ന് പറഞ്ഞാലും പോരാ. കാരണം മുസ്ലിങ്ങളായ ആളുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. പക്ഷെ അവര് മക്കയിലോ മദീനയിലോ അറബ് രാജ്യങ്ങളിലോ അല്ലാതെ, അല്ലെങ്കിൽ അറബ് രാജ്യത്തെ തന്നെ ഈ പിന്നെ ഹിജാസ് എന്ന് പറയുന്ന, അന്ന് ഹിജാസ് എന്ന് പറഞ്ഞ ഒരു പ്രദേശമായിരുന്നു, അതിന് പുറത്തൊക്കെ ജീവിക്കുന്ന സിറിയ, യമൻ, ഇറാഖ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ സഹായന്മാരാവോ? ഇല്ല. അപ്പൊ എന്തുകൂടി വേണം? നബിനെ കാണണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടാൽ മതി. ഒരു മിനിറ്റ് വന്ന് നബിയുടെ അടുക്കൽ വന്ന് ഒന്നാൾ പോയാൽ അയാൾക്ക് എന്ന് പറയും, സഹാബി ആവണം, മുസ്ലിം ആവണം. അത് വേറെ പ്രധാനപ്പെട്ട കാര്യം. അബൂജഹലും പിന്നെ
ഉത്പത്തി ഷൈബത്തൊന്നല്ല, നബി എത്രയോ കണ്ട ആളുകളാണ്. പക്ഷെ അവരെന്തല്ല സഹാബിയല്ല. അപ്പോൾ മുസ്ലിം ആവണം, നബിനെ നേരിൽ കാണണം. മുസ്ലിം ആവണം, മുസ്ലിം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു നോട്ടം കണ്ടാൽ മതി. എന്താണ്ടാവും? സഹാബിയാവും. അബ്ദുല്ലാഹിബ്ൻ ഉമ്മി മക്തൂം ജനിക്കുമ്പോഴേ ആരാണ്? അന്ധനാണ്. ഇവിടെ കൂടെ കുറെ കാലം ആദ്യകാല മുസ്ലിംപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും എന്തെങ്കില്ല കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ സഹാബിമാരുടെ കൂടെയാണ് പരിഗണിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ സഹാബി ആവാനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ പ്രവാചകനോടൊപ്പം ജീവിച്ച് പ്രവാചകനെ തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും തന്റെ ഹൃദയം കൊണ്ട് കേൾക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ കണ്ടൊരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? ഇതൊരു ക്വിസ് മത്സരത്തിലൊക്കെ വരാവുന്ന ചോദ്യമാണ്. എന്ത്? പ്രവാചകനെ കണ്ടിട്ടില്ല, പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനോടൊന്ന് ജീവിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം എന്താണ്? സഹാബിയാണ്. പേര് പറയാമെന്ന് വെച്ചാൽ ആരെ ഉള്ളത്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. അപ്പോൾ ഇത് ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. ഇനി അതും അദ്ദേഹത്തെ ചരിത്രം പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ പ്രധാന ഭാഗമില്ലാത്തത് കൊണ്ട് അവിടെ പോകുന്നില്ല. ഏതായിരുന്നാലും പിന്നെ ഈ സൂറത്തിൽ നമുക്ക് വരാം. അബസ വതവല്ല, അബസ വതവല്ല അങ്ങനെ തുടങ്ങുന്നത്. അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു. നമ്മൾ ഇഷ്ടപ്പെടാത്തതിന് കാണുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, നമ്മൾ അറിയാത്തതിനെ സംബന്ധിക്കും അങ്ങനെ വരും. അതിനകത്ത് പറയാം അബസ. ഈ അബസ എന്നുള്ള വാക്ക് ഖുർആനിൽ വേറെയും 2 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അബസ എന്നല്ല, അബസ തന്നെ ഉണ്ട്. അബസ എന്ന് നേരിട്ട് തന്നെ ഒരു ഭാഗത്തുണ്ട്. വേറെ അബൂസ് എന്നൊരു വാക്കുണ്ട്, അതിൻ്റെ വേറെ പ്രയോഗമാണ്. ആർക്കും ഓർമ്മ ഉണ്ട്? അബൂസ്, അബൂസൻ കം തരീറ. സൂറത്തുൽ ഇൻസാനില്ലേ, സൂറത്തുൽ ഇൻസാൻ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ എന്ന സൂറത്തിൽ അബൂസൻ കം തരീറ, അവിടെയും തന്നെ അർത്ഥം. പിന്നെ അബസ വ ബസറ എന്ന സൂറത്തുൽ മുദ്ദസ്സിറിലുണ്ട്. അബസ വ ബസറ, ഇതാണ് ഇവിടെ 3 സ്ഥലത്താണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. അപ്പോ അബസ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബസ ഇവിടെ സീനാണ്. ആദ്യത്തെ അക്ഷരം ഐന്, പിന്നെ സീന്, അബസൻ. ഇത് ഈ സാക്ക് പകരം ഇങ്ങനെ വായിച്ചാൽ ഉണ്ടാവുന്നല്ലോ അർത്ഥം. അബസ, അബസ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാം? നമ്മൾ ഒരു കളിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു പിന്നെ അനാവശ്യമായ പ്രവർത്തനം ഏർപ്പെട്ടു, ഒരു ഉപകാരമില്ലാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നാണ് എന്താ പറയാ അബസ. ആ പറയാനുള്ള കാരണം അക്ഷരങ്ങൾ കൃത്യമായി നമ്മൾ ഉച്ചരിച്ചിട്ടില്ല എങ്കിൽ അറബി ഭാഷ എന്ത് ചെയ്യും? വലിയ അർത്ഥവ്യത്യാസം സംഭവിക്കും. ചെറിയൊരു അക്ഷരത്തിന്റെ കേൾക്കുമ്പോൾ വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല വേണമെങ്കിൽ. പക്ഷെ നമ്മളെ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ അബസ എന്നോ അബസ എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ അർത്ഥങ്ങൾ മാറിപ്പോകും. അപ്പൊ അബസ, അബസ എന്താണ്? മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻ ജാഅഹുൽ അഅമ, അൻ ജാഅഹു തന്റെ അടുക്കൽ വന്നതിനാൽ, തന്റെ അടുക്കൽ വന്നതിനാൽ. അൽ അഅമ, അഅമ കാണാത്ത, കണ്ണ് കാണാത്തവൻ, കണ്ണ് കുരുടൻ എന്നൊക്കെ പറയാൻ പറ്റും. കണ്ണ് കാണാത്തവൻ വന്നതിനാൽ എന്ത് ചെയ്തു? മുഖം ചുളിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. അപ്പൊ ഇതാണ് ആ സംഭവം. ആ കഥ കേട്ടിട്ടുണ്ടോ? ഈ സംഭവം കേട്ടിട്ടുണ്ടോ? ഈ എന്താ സംഭവിച്ചിട്ടുള്ളത്?
അത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും എന്ന് പറഞ്ഞ സഹാബി, അദ്ദേഹം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കണ്ണാടാത്ത ആളാണല്ലോ. അപ്പോൾ ഖുർആൻ ഇങ്ങനെ മനപ്പാടാക്കിയ ആളാണ്, ഖുർആൻ മനപ്പാടാക്കിയ ആളാണ്. അപ്പോൾ അത് കേട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. സഹാബിമാരിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. ഖുർആന്റെ ആയത്ത് റസൂലിനെ അവതരിക്കുമ്പോൾ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, അവരത് കേട്ട് പഠിക്കും. അന്ന് എഴുത്തുമാരൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമുള്ള അറിവാണ്. അപ്പോൾ അധികം ആളുകളും ഇങ്ങനെ കേട്ട് മനപ്പാടാക്കിയാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹവും. അപ്പോൾ ഇദ്ദേഹത്തിന് ഒഴിവിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും, പ്രവാചകനെ എടുക്കരുത്, പ്രവാചകനെ എനിക്കെന്തെങ്കിലും പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രവാചകനെ കുറിച്ചൊക്കെ ഓതിക്കൊടുക്കും. അന്നിറങ്ങിയ പ്രത്യേക ആയത്തുകളുടെ അല്ലെങ്കിൽ മറ്റു മതപരമായ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയാണ്. വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഖുറൈശി പ്രമുഖർ അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖരായ മക്കയിലെ പ്രമുഖരായ കുറച്ച് ആളുകളുമായി കൂടിയിരുന്നിട്ട് അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവരൊന്ന് കിട്ടിയതാണ്, അതായത് കിട്ടൂല. അവരെപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരും കിട്ടിയാൽ തന്നെ ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരൊക്കെ ആണല്ലോ. അപ്പോൾ എന്തോ ഒരു സാഹചര്യത്തിൽ വിശ്വാസങ്ങൾക്ക് അവരുമായി കൂടിയിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള സന്ദർഭം കിട്ടി. ആ അവസരത്തിലാണ് ഇദ്ദേഹം കയറി വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഒരവസരം പാഴായി പോവുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞാൽ എപ്പോഴും വരുന്ന ആളും എപ്പോഴും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളും ഇസ്ലാം അംഗീകരിച്ച ഒരാളുമാണല്ലോ എന്ന നിലയ്ക്ക് ഇപ്പം ഈ സന്ദർഭത്തിൽ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അയാൾ പ്രവാചകരെ എനിക്കെന്തെങ്കിലും പറഞ്ഞു തരും, എനിക്കെന്തെങ്കിലും പഠിപ്പിച്ചു തരുന്നതിനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. വിശ്വാസമയാണെങ്കിലും ഇവരുമായി വളരെ താല്പര്യപൂർവ്വം ഇവരെ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന ആ ഒരു താല്പര്യത്തിലാണ്. അപ്പോൾ അതിന് കാരണം പറയുന്നത് ഈ പ്രമുഖരായ ആളുകൾ, നാട്ടിലെ പ്രമുഖരായ ആളുകൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ കൂടെയുള്ള കുറച്ച് ആളുകളുണ്ടാവും, കുറച്ച് അനുയായികളുണ്ടാവും. ഒരു സ്വാധീനമുള്ള ഒരാൾ, നാട്ടിൽ സ്വാധീനമുള്ള ഒരാൾ ഒരു ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്തുടരാനും അതിനെ അനുകൂലിക്കാനും അയാൾക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുകളുണ്ടാവും, കുറേ ആൾക്കാരെ കിട്ടും. അപ്പോൾ ഇവരെങ്ങാനും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, അന്ന് അബൂജഹലും ഉത്ബത്തും ഷൈബത്തൊക്കെ ഇസ്ലാമിലേക്ക് വരികയായിരുന്നുവെങ്കിൽ മക്കയിൽ ഇസ്ലാമിലേക്ക് പ്രയാസം ഉണ്ടാവില്ല. ഇനി ആളുകൾ വന്നില്ല എന്ന് വെക്കുക, എന്നാലും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ എന്ത് ചെയ്യും, കുറയും. കാരണം ശക്തിയുള്ളവരും സ്വാധീനമുള്ളവരും പ്രവാചകന്റെ കൂടെ ആകുമ്പോൾ പിന്നെ മറ്റവർക്കൊന്നും പറയാൻ സാധിക്കില്ല. അപ്പം ആ ഒരു ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും ചെയ്തു, ഒരല്പം നീരസം പ്രകടിപ്പിച്ചു. ഇന്ന് അത് ഇയാൾ കാണും, മുഖം മുറ്റൊളിച്ചിട്ടേ ഉള്ളൂ. അത് ഈ അബ്ദുല്ലാഹിനെ കാണോ ഇല്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പ്രയാസം ഉണ്ടാകുന്നില്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന് ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനൊന്നും അറിയില്ല. എനിക്ക് മുഖം ചൊടിച്ച് ഒന്നും പറഞ്ഞില്ല അയാളോട്. ഞാൻ പിന്നെ നിനക്കെന്ത് ഇവിടെ തന്നെ വരാനുണ്ടായുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കുന്നു കാണുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല. ആ പ്രയാസം പ്രവാചകന്റെ ആ ഒരു പിന്നെ അനിഷ്ടം മുഖത്ത് പ്രകടമായത് മാത്രം. പക്ഷെ അത് ഇയാളോട് കണ്ടിട്ടില്ല. എന്നാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള താക്കീതാണത്. അപ്പം അതിനെക്കുറിച്ചാണ് അള്ളാഹുവിടെ പറഞ്ഞ അബസ. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ മുഖം ചൊളിച്ചു, നീ അവഗണിച്ചു എന്ന രൂപത്തിലോട്ട് പറഞ്ഞിട്ടില്ല. അബസ എന്ന അർത്ഥം മുഖം ചൊളിച്ചു. ആര് ഇവിടെ ആര് എന്നുള്ളത് പറഞ്ഞില്ല. പക്ഷെ സംഭവം നമുക്കറിയാം ആരെ പറ്റിയാന്നുള്ളത്. പക്ഷെ അപ്പം അവിടെ അമ്മയും അവിടെ പറയുന്ന രൂപത്തിൽ എന്തുണ്ട്,
ഒരു അവസ്ഥ എന്ന് ശരിക്കും എന്താ പറയുന്നത്? അവസ്ഥ തവല്ലയിത്ത എന്നാ പറയുന്നത്. നീ മുഖം ചുളിച്ചു, നീ പിന്തിരിഞ്ഞു വളഞ്ഞു എന്ന് പറയാതെ മുഖം ചുളിച്ചു പിന്തിരിഞ്ഞു വളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവും ആ പ്രയോഗത്തിൽ എന്തെടുത്തിട്ടുണ്ട്? ഒരു മയം വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞതാണ് അൻജാഅഹുൽ അഅമ, തൻ്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ, ആ കണ്ണ് കാണാത്തവൻ, ആ അന്ധൻ വന്നതിനാൽ മുഖം ചുളിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് കാര്യങ്ങൾ, ഒരാളെ പറ്റിയിട്ട് നമ്മൾ അയാൾക്കുള്ളൊരു ആ കണ്ണ് കാണാത്തവൻ, അല്ലെങ്കിൽ ആ ചെവി കേൾക്കാത്തവൻ, അല്ലെങ്കിൽ ആ പൊട്ടൻ, അല്ലെങ്കിൽ ആ കാല് മുടന്തൻ എന്നൊക്കെ പറയുന്നത് ഒരു മോശമായ പ്രയോഗമല്ലേ? അല്ലെ? അതൊരു എന്താണ്? അതൊരു ഇതാണല്ലേ, ഒരു യഥാർത്ഥത്തിൽ എന്താണ്? പക്ഷെ അള്ളാഹു ഇവിടെ ഉപയോഗിച്ചെന്താണ്? അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം വന്നപ്പോൾ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അബ്ദുല്ലാഹിബിൻ ഉമ്മി അൻജാഅഹു എന്ന് പറഞ്ഞിട്ട് അൽ അഅമ എന്നതിന് പകരം അബ്ദുല്ല എന്ന് പറയാമായിരുന്നില്ലേ? പേര് അള്ളാഹ് അറിയാമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ അഅമ എന്ന് പറഞ്ഞത്? അതിൽ 2-3 രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത്, ആ വന്ന ആള് കണ്ണു കാണാത്ത ആളല്ലേ? സംബന്ധമാണ് ചെവി കേൾക്കാത്തവൻ, സുമ്മ് ചെവി കേൾക്കാത്തവൻ. അബുക്കം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്തവൻ. അബുക്കം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്തവൻ. അപ്പോ അൻജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, നിനക്ക് എന്തറിയാം? വമാ യുദ്രീക, നിനക്ക് എന്തറിയാം? ലഅല്ലഹു, അവനായേക്കാം, യസ്സക്ക, പരിശുദ്ധി പ്രാപിക്കുന്നവനായേക്കാം. ഈ വന്ന സഹാബി അദ്ദേഹം നിന്നിൽ നിന്ന് വല്ലതും കേട്ട് പഠിച്ച് ചോദിച്ചറിഞ്ഞിട്ട് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? പരിശുദ്ധി പ്രാപിച്ചേക്കാം. ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിച്ചേക്കും. നിന്റെ ഉപദേശം അവന് സ്വീകരിച്ചേക്കും. ഫതൻഫഅഹു ദിക്റ, ഫതൻഫഅഹു, എന്നിട്ട് അവന് ഉപകാരം ചെയ്യും. അദ്ദിക്റ, ആ ഉപദേശം, നിന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് അത് അവൻ എന്ത് ചെയ്യും? ഉപകാരം ചെയ്യുകയും ചെയ്തേക്കാം. അമ്മ മനിസ്തഗ്ന, എന്നാൽ ധന്യത നടിച്ച, അതായത് സ്വയം പര്യാപ്തനെന്ന് ധരിച്ചവൻ, ഞാൻ എല്ലാത്തിനും മതിയായവനാണ് എന്ന് ധരിച്ചവൻ, ഫഅന്ത ലഹു തസദ്ദ, അവന് വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു. അവന് വേണ്ടി നീ എന്ത് ചെയ്തു? ഇയാളെ അവഗണിച്ച് അയാൾക്ക് വേണ്ടി നിന്റെ സമയവും നിന്റെ എല്ലാം മാറ്റിവെച്ചു. ആർക്ക് വേണ്ടിയിട്ട്? അതായത് ആ പറഞ്ഞല്ലോ, അവിടെ വന്നിരുന്ന ഖുറൈശി പ്രമുഖരായ പ്രവാചക ശത്രുക്കൾപ്പെട്ടിരുന്ന അവിശ്വാസികളായ അവരെ കുറിച്ചാണ് പറഞ്ഞത് അമ്മ മനിസ്തഗ്ന എന്ന് പറഞ്ഞത്. അവരെന്താണ്? സ്വയം അഹങ്കരിക്കുന്ന, ഞാൻ തനിക്ക് മതിയായവനാണ് എന്ന് വിചാരിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളാണ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവന് വേണ്ടി നീ എന്ത് ചെയ്തു? നിന്റെ സമയവും നിന്റെ ഇതൊക്കെ നീ മാറ്റിവെച്ചു. വമാ അലൈക അല്ലാ യസ്സക്ക, വമാ അലൈക, നിന്റെ മേൽ എന്താണുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അല്ലാ യസ്സക്ക, അവൻ പരിശുദ്ധി പ്രാപിക്കാതെ ഇരിക്കുന്നത്. അവന് നന്നായില്ല എന്ന് വെച്ച്, അവൻ പരിശുദ്ധി പ്രാപിച്ചില്ല എന്ന് വെച്ച് നിനക്കെന്ത് സംഭവിക്കാനാണ്? നിനക്ക് വല്ല നഷ്ടമുണ്ടോ എന്നർത്ഥം. ഒരാൾ നന്നായില്ല, ഒരാൾ ചീത്തയായി, ഒരാൾ മോശമായി, ഉപദേശം കേട്ടില്ല എന്നതുകൊണ്ട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല നഷ്ടമുണ്ടോ? പ്രവാചകന്റെ ഉത്തരവാദിത്വത്തെ ഉള്ളൂ. അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലൊക്കെ അവരുടെ ഇഷ്ടമാണ്. നബിയുടെ നിർബന്ധം, എനിക്ക് അങ്ങനെ നിർബന്ധമില്ല അവരൊക്കെ നന്നായിക്കോളുന്നത്. മതി. എന്നാൽ ഒരുത്തൻ ജാഅക, നിന്റെ അടുക്കൽ വന്നു, അവൻ ഉത്സാഹിച്ചുകൊണ്ട്,
അതുപോലെ വളരെ വേഗത്തിൽ താല്പര്യത്തോടുകൂടെ നിന്റെ അടുക്കലേക്ക് വന്നു. വഹുവ യഖ്ശ, അവനാകട്ടെ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പറ്റി പറഞ്ഞത്. മറ്റവൻ വലിയ ആളായിട്ട് ഞാൻ എല്ലാത്തിനും കൊള്ളാവുന്നവനാണ് എന്ന് വിചാരിച്ച് നടക്കുന്നവനാണ്. ഇവരതല്ല. ഇവരെന്താണ്? ഈ വന്ന സഹാബി വളരെ താല്പര്യപൂർവ്വം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് അവൻ ഓടി വന്നിരിക്കുകയാണ്. എന്നാൽ നീ അവനിൽ നിന്ന് തലഹ, അശ്രദ്ധ കാണിക്കുന്നു, ശ്രദ്ധ തിരിക്കുന്നു. നീ അവനെന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു. അപ്പോൾ അഹങ്കാരികളായ താൻ എല്ലാത്തിനും മതിയായവനാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ സമയം ചിലവഴിക്കുന്നു. അവർക്ക് വേണ്ടി നീ ഇയാളെ അവഗണിക്കുന്നു. ഇയാളാണെങ്കിലോ പടച്ചോനെ പേടിച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ച് നിന്റെ അടുക്കലേക്ക് ഓടി വന്ന ആളാണ്. അയാളെ നീ അവഗണിക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ലല്ലോ എന്നാണ് പറഞ്ഞ ചുരുക്കം. ഓക്കെ, ഒന്നുകൂടി നോക്കാം നമുക്ക്. അബസ നിറങ്ങൾ മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, അൻജാഅഹു തന്റെ അടുക്കൽ വന്നതിനാൽ, അൽ അഅമ അന്ധൻ, കണ്ണ് കാണാത്തവൻ. വമാ യുദ്രീക, നിനക്ക് എന്തറിയാം, ലഅല്ലഹു അവനായേക്കാം, യസ്സക്ക പരിശുദ്ധി പ്രാപിക്കുന്നവനായേക്കാം, ഔ യദ്ദക്കറു അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും, ഫതൻഫഅഹു എന്നിട്ട് അവന് ഉപകാരം ചെയ്യും, അദ്ദിക്റ എന്ത് ആ ഉപദേശം നിന്റെ അടുക്ക് വന്നിട്ട് ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അവന് ഉപകാരം ചെയ്യുകയും ചെയ്തേക്കാം. അമ്മ മനിസ്തഗ്ന, എന്നാൽ ധന്യത നടിച്ച സ്വയം പര്യാപ്തനാണെന്ന് വിചാരിച്ച അവനാകട്ടെ, ഫഅന്ത ലഹു തസദ്ദ, നീ അവന് വേണ്ടി ഒരുമ്പെട്ടിരിക്കുന്നു. അവന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി തയ്യാറായി ശ്രദ്ധിച്ച് അവന് കാര്യത്തിൽ വളരെ ഗൗരവം കൊടുത്തുകൊണ്ട് നീ മാറി നിൽക്കുന്നു. എന്നാൽ നിന്റെ അടുക്കലേക്ക് ഉത്സാഹത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ ഓടി വന്ന അവനുണ്ടല്ലോ, വഹുവ യഖ്ശ, അദ്ദേഹമാകട്ടെ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഫഅന്ത അൻഹു തലഹ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്തു? അശ്രദ്ധ കാണിക്കുകയും ചെയ്തു. നമുക്ക് ഇതിലത്തെ തജ്വീദ് നമ്മൾ പറയാം. ഇരുത്ത ഭാഗത്തെ മാത്രം. അബസ വതവല്ല, അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ട് അക്ഷരങ്ങൾ ശ്രദ്ധിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് തജ്വീദ് നമ്മൾ പറയാനില്ല. വതവല്ല എന്ന് പറയുമ്പോൾ കുറച്ച് നീട്ടിൽ നിർത്തണം. വതവല്ല അധികം നീട്ടണ്ട. അബസ വതവല്ല നിർത്തുമ്പോൾ വതവല്ല. പിന്നെ അൻ ജാഅഹു, അവിടെ സാക്കിനായ നൂനുണ്ട്. അൻ എന്ന സാക്കിനായ നൂനിന്റെ നിയമം എന്താണ്? ഇവിടെ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക. അൻ എന്ന് പറയാൻ പാടില്ല. ശരിക്കും എന്താണ്? അൻ ജാഅഹു എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അൻ എന്ന് വ്യക്തമാക്കാൻ ഇദ്ഹാർ എന്ന് പറയും. ഇദ്ഹാറിനെ വ്യക്തമാക്കുക, ഇദ്ഹാറാക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. എന്താ കാരണം? ആ സാക്കിനായ നൂന് ശേഷമുള്ള അക്ഷരം ജീമാണ്. എത്ര അക്ഷരമാണ് ഇഖ്ഫായിൻ്റെത്? 15 അല്ലേ? ആ 15ൽ പെട്ടൊരു അക്ഷരമായതുകൊണ്ട് അവിടെ എങ്ങനെ ഓതണം? എന്നാണ്. അൻ എന്ന് പറയാതെ. പിന്നെ ജാഅഹു, അവിടെ എത്ര കിട്ടണം? അവിടെ എത്ര കിട്ടണം? 5. മദ് എന്താ പറയാ? മദ് മുത്തസിൽ. മദ് മുത്തസിൽ എന്ന് പറയാം. മദ് മുത്തസിൽ ലാസിം എന്ന് പറഞ്ഞാൽ ഒരേ പദത്തിൽ തന്നെയാണ് ഇതുള്ളത്. ജാദുള്ള അലിഫും പിന്നീട് വന്ന ഹംസും എന്താണ്? ഒരേ പദമാണ്. അതാണ് ഒറ്റ പദല്ലേ വന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നീട്ടൽ നിർബന്ധമായി നീട്ടണം. അപ്പൊ എങ്ങനെ പോവുക?
الأعمى ഒന്നുകൂടെ ആന്ന് വ്യക്താവാൻ വേണ്ടിയാണ് കേട്ടുള്ളത്. അപ്പൊ നമ്മൾ വ്യക്താക്കും വേണം. അവിടെ നേരത്തെ പറഞ്ഞ തവല്ല പോലെ തന്നെ കുറച്ച് നീട്ടിയിട്ട് വെക്കാം. അബസ വതവല്ല പിന്നെ وما يدريك لعله يزكى അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് യുദ്രീക്ക, അവിടെ ഒരു കൽക്കലത്തുണ്ട്. കൽക്കലത്തറില്ലേ? 5 അക്ഷരം കണ്ടില്ലേ? കുത്തുബുജത്ത് എന്ന് പറഞ്ഞു പണ്ടാണ് പഠിച്ചല്ലോ. കാഫ്, താ, ബാ, ജീമ്, ദാല്. ഇവിടെ ദാലാണ്. യുദ് യുദ് അവിടെ യുദ് എന്ന് പറയുന്നത് ഒതുമ്പോ വമായുദ്രീക യുദ്രീക എന്ന് പറയാൻ പാടില്ല. വമായുദ് ഇത് എന്നിങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു. വമായുദ്രീക ലഅല്ലഹു യസ്സക്ക. യസ്സക്ക എന്ന് പറയുമ്പോൾ കുറച്ച് നീട്ടിയിട്ട് അതൊരു ഒരു ഒന്നിന് ക എന്നല്ലാതെ ക അധികം നീട്ടാൻ പാടില്ല കേട്ടോ, മറ്റൊരു ആവശ്യമില്ല. പിന്നെ أو يذكر فتنفعه الذكرى അവിടെയും അവിടെയും ഫ ആണ്. ഫ എന്നല്ല, നൂന് ശേഷം എന്താണ്? ഫ ആണ്. അവിടെയും അതേപോലെ فتنفعه الذكرى. പിന്നെ അമ്മാ മൻ ഇസ്തഗ്നാ അവിടെ അമ്മ എന്ത് ചെയ്യണം? ശബ്ദമുള്ള മീമാണ്. അപ്പൊ മണിക്കണം. അമ്മ എന്ന് പറഞ്ഞാൽ പോരാ. അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ. ഫഅൻത അവിടെ എന്താണ്? ഇഖ്ഫാ അല്ലേ? ഇഖ്ഫാന്റെ അക്ഷരമാണോ? അപ്പൊ അവിടെ അന്ത എന്ന് പറയാതെ فأنت له تصدى وما عليك ألا يزكى. അത് അതിനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. പിന്നെ അവിടെ അതന്നെ കിട്ടണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധ്യ മുത്തസിൽ ലാസിം. അപ്പൊ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, അക്ഷരങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ എടുത്തു. അവിടെ വീണ്ടും ഇഖ്ഫാന്റെ അൻഹു. അവിടെ എന്താ നിയമം? അൻഹു എന്താണ്? അൻഹു എന്താണ്? ഇദ്ഹാർ അല്ലേ? കാരണം ഹൽക്കിന്റെ അക്ഷരങ്ങളായ 6 അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? സാക്കിനാനും തെന്നിനെയും വ്യക്താക്കി പറഞ്ഞു. നമ്മുടെ അന്ന് വ്യക്താക്കുക. അൻഹു അവിടെ പണിക്കൊന്നും വേണ്ട. അൻഹു ഫഅൻത അൻഹു തലഹാ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഓതിത്തരാം. നിങ്ങൾ ഓതണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى. അവിടെ ആ തുടക്കത്തില് ആ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അബസ എന്നായി പോകും. അവിടെ ഐനാണ്, അത് ആ ഹംസ ആയിട്ട് മാറരുത്. عبس وتولى أن جاءه الأعمى
يزكى أو يذكر فتنفعه الذكرى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒതുക്കി ഒന്ന് ഉറക്കെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى കൂടെ ഓതുന്നവർ പതുക്കെ ഓതിക്കോളി പക്ഷെ പതുക്കെ മറ്റേ ഓതുന്ന ആളുടെ ശബ്ദം കണ്ട് വേറിട്ട് വരണം അതിനാണ് പറഞ്ഞത് أو يذكر فتنفعه الذكرى أو يذكر فتنفعه الذكرى فتنفعه الذكرى فتنفعه الذكرى أما من استغنى فأنت له تصدى وما
يزكى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله പഠിക്കണ്ട لعله وما يدريك لعله يزكى أو يذكر وتنفعه الذكرى فتنفعه الذكرى أما من استغنى فأنت له تشجى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى وأنت عنه تلهى بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى وأما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى നിങ്ങൾ ഓതുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ മടിച്ചിരിക്കരുത്. ഞാനെല്ലാവരും നിർബന്ധിക്കൂല, കാരണം അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രാവശ്യം എല്ലാവരും മുന്നിൽ നിന്ന് ഓതിയാൽ നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് 10 മണിക്കൂർ ഇരുന്ന് ഓതുന്നതിനേക്കാളും ഗുണമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നിട്ട് ഇതൊക്കെ ഭംഗിയായിട്ട് ഓതി കുറേ പ്രാവശ്യം ഓതുന്നതിനേക്കാളും എല്ലാവരും മുന്നിലിരുന്നാകുമ്പോൾ നമ്മൾ ഒന്നാമത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ഓതും, കാരണം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തെറ്റുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മറ്റേ നമ്മളിങ്ങനെ ഓതുന്നത് തെറ്റന്നെ ആയിരിക്കും. നമ്മൾ 100 പ്രാവശ്യം ഓതിയാലും ആ തെറ്റന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഒറ്റയ്ക്ക് ഓതുമ്പോൾ ഓതിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നാവണം എൻ്റെ ഓത്ത് എന്ന നിയത്തോടു കൂടെ ആ നാണം കണ്ട് വിടുക. അത് ഞാൻ തേടിയ തെറ്റി വന്നാൽ ആൾക്കാർ കേൾക്കൂല എന്നുള്ള ആ ഒരു അതിൻ്റെ വിഷയമില്ല. കാരണം എല്ലാവരും തെറ്റുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ആരും തികഞ്ഞവരല്ല, എല്ലാവർക്കും ഉണ്ടാവും ഓതുമ്പോൾ തെറ്റ്. ഇപ്പം ഞാൻ ഓതുന്നതിനും തെറ്റുണ്ടാവും. എന്നെക്കാൾ ഈ വിഷയം പഠിച്ച ഒരാൾ കേൾക്കുമ്പോൾ തെറ്റുണ്ടാവും. അത് നോക്കിയിട്ട് എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ഓതാൻ കഴിയില്ല. അപ്പോൾ എല്ലാം തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളൊരിക്കലും ആ ഒരു മടി നമുക്ക് ഉണ്ടാകരുത്. നമ്മൾ പഠിക്കണം എന്നുള്ള ചിന്തയോടുകൂടി. ഇപ്പോൾ അനീഫ്ക ഞാൻ പോയിട്ട് പറയില്ല, അനീഫ്ക ക്ലാസ് തുടങ്ങിയ സമയത്തുള്ള ഓത്തും ഇപ്പോഴത്തെ ഓത്തും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് എന്നാലും അനുഭവപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഉപരി മടിയാണ്ട് ഓതുന്നുണ്ട്. അപ്പം അത് ആ ഒരു ഇത് ഉണ്ടായാൽ നമുക്കത് മാറ്റം ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചാൽ ഒരു ലജ്ജ വേണ്ടെന്നർത്ഥം. പിന്നെ എല്ലാവരെ കൊണ്ട് ഓദിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, കാരണം എല്ലാവരെ കൊണ്ട് ഓദിച്ചൊക്കെ അതിൻ്റെ ഒരുപാട് സമയം പോയി ചെയ്യും. അപ്പോൾ ഓരോരുത്തരും സ്വയം ഈ ആഴ്ച ഞാൻ ഓദിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് ഓതണം, അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടായാൽ മതി. ഓരോ ആഴ്ചയിലും ഒന്ന് ഓതിയ ആൾ അടുത്ത ആഴ്ച ഓതണ്ട, അങ്ങനെ സ്വയം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്ന് നന്നായിരിക്കുന്ന അഭിപ്രായമുണ്ട്.
جاءك ഇപ്പോൾ നമ്മളെ കുടുംബമായിട്ട് തോന്നിയാൽ മതി. നമ്മളൊക്കെ ഒരു കുടുംബല്ലേ? ഇപ്പൊ എല്ലാവരും വരണമല്ലോ, അതൊരു വിഷയമൊന്നുമില്ല. അപ്പോൾ അടുത്തത് ഒന്ന് അവസാനിപ്പിക്കല്ലേ? ഞാൻ ഒന്നും പോയിത്തരാം, നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى